നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മധുരമുള്ളൊരു വിഭവം ഉണ്ടാക്കാം. കഴിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ കേക്ക് പോലെ സാമ്യമുള്ള ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ണിയപ്പാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. മാത്രമല്ല ഇത് ഗോതമ്പ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ 1/2 ടീസ്പൂൺ ഓയിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കേക്ക് ഉണ്ണിയപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം സമയം കളയാതെ നമുക്ക് കേക്ക് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പാത്രമാണ്. ഞാനിവിടെ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ണിയപ്പത്തിലേക്കായിട്ട് മാവ് നമുക്ക് ആദ്യം തന്നെ കുഴച്ച് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു ഗ്ലാസ്സാണ് ഇന്ന് ഞാൻ അളവിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് തേങ്ങ ചിരകിയിൽ നിന്നാണ് ഞാൻ ഒന്നാം പാല് രണ്ടാം പാലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നാം പാലെന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആദ്യം പിഴിഞ്ഞെടുക്കുന്ന കട്ടിപ്പാലാണ് ഒന്നാം പാല്. രണ്ടാം പാലാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിക്കും. എന്നിട്ടാണ് നമ്മൾ രണ്ടാം പാല് പിഴിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മധുരമുള്ള വിഭവം ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി നിൽക്കാനായിട്ട്. ഇനി ഈ വിഭവത്തിൽ ഫ്ലേവറായിട്ട് നമുക്ക് കുറച്ച് ഏലക്കായപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊരു 8 ഏലക്കായ ചതച്ചെടുത്തതാണ്. ഇതൊരു മധുരമുള്ള വിഭവമാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതുവരെ മധുരം ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മധുരത്തിനായിട്ട്. അപ്പോൾ എപ്പോഴും മധുരം ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോവരുത് കുറഞ്ഞും പോവരുത്. ഈ ഒരു അളവിന് 1/2 ഗ്ലാസോളം ചേർത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ഈസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സാധാ ഒരു കടുകുമണിയോളം വലുപ്പത്തിലുള്ള ആ ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കുറച്ച് നേരം മുന്നേ തന്നെ നിങ്ങൾ അതൊന്ന് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ പൊങ്ങിയതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇപ്പോൾ ചേർത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയും ഈസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിവിടെ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഗോതമ്പ് പൊടി കട്ടിയൊന്നും പിടിക്കാതെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇതിൽ പഞ്ചസാരയുടെ അളവും നാളികേരപ്പാലിൻ്റെ അളവും ഒക്കെ കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മധുരം കൂടിപ്പോയി കഴിഞ്ഞാലോ പിന്നെ ഈ ബാറ്റർ നന്നായി ലൂസായി കഴിഞ്ഞാലോ ഇത് നമുക്ക് ശരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് പൊടി കട്ട പിടിച്ച് കിടക്കണമെന്നില്ല, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാവ് ഈ പരുവത്തിലായ ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്, ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ പൊങ്ങി വരാനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കും. ഇനി ഇത് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്. ഇത് പൊങ്ങി വരാനായിട്ട് നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. മാവ് നമ്മൾ കുഴച്ച് വയ്ക്കുമ്പോൾ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ പൊങ്ങിയിട്ട് ഇപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറിന് ശേഷം നോക്കിയിരുന്നു, അപ്പോൾ ഇത്രത്തോളം പൊങ്ങി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ഒന്ന് പൊങ്ങി വന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ടൈമിന് വ്യത്യാസം വരും, നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇതുപോലെ പൊങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കേക്ക് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. മാവ് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം, കൂടുതൽ ലൂസാക്കി എടുക്കരുത്. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് ഒരു 3 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഞാൻ ആദ്യമേ തന്നെ 3/4 ഗ്ലാസ് രണ്ടാം പാൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിന് 1/2 ഗ്ലാസ് നമ്മൾ നേരത്തെ തന്നെ കലക്കി വയ്ക്കുമ്പോൾ ഒഴിച്ചിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള 1/4 ഗ്ലാസ്സിൽ നിന്നാണ് 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 3/4 ഗ്ലാസ് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് ലൂസിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇത്രയും മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് നല്ലത്.
കൂടുതൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കത് വിട്ടിപ്പിച്ചെടുക്കാനും പിന്നെ അത് കഴിക്കുമ്പോൾ ഒട്ടിയിട്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറും. അതുകൊണ്ട് കൂടുതൽ ലൂസ് ആവാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ എള്ളെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് എല്ലായിടത്തുമായിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും ഓരോ തുള്ളി വീതം ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. വെള്ളെണ്ണ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. വെളിച്ചെണ്ണ എടുക്കാണ്ടിരിക്കാനായിട്ട് നോക്കുക. ഇനി ഒരു കോട്ടൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടോ ഈ എണ്ണ എല്ലായിടത്തും ഒന്നായിട്ട് തുടച്ചു കൊടുക്കാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. ഇപ്പോൾ നമ്മളിതിൽ 1/2 ടീസ്പൂൺ പോലും എണ്ണ ഉപയോഗിച്ചിട്ടില്ല. കാരണം ടിഷ്യൂ പേപ്പറിൽ പകുതി എണ്ണ പറ്റിപ്പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കും. ആ കുഴിയിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ആയാൽ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പ പാത്രം ഉണ്ടെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ അപ്പം മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഓരോ കുഴിയിലും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലും 1/4 ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി ഓരോ കഷ്ണം ചെറി വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയും ചേർക്കാം. നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഈ ചെറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് വീർത്ത് വരുമ്പോൾ ഇത് താന്നു പോവും. അതുകൊണ്ടാണ് നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സമയത്ത് വെച്ചത്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഹൈയിലോ മീഡിയത്തിലോ ഒന്നും ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടാലും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ ഇട്ടിട്ട് മൂടി വെക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു 1.5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്ന്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ നോക്കാം. അടിഭാഗം ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അടിഭാഗം ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ വരും. അപ്പം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഞാനിതിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ 2 സ്പൂണൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആയാൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ആ മുകളിൽ കാണുന്ന ഒരു 1/4 ഭാഗം മാത്രമാണ് ജസ്റ്റ് ഒന്ന് ആവാനുള്ളൂ. അപ്പോൾ അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നതോടുകൂടി ആയി കിട്ടും. അത് കഴിഞ്ഞ് നമുക്കിത് ഈസി ആയിട്ട് എടുക്കാം. ഇപ്പോൾ വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി അടുത്ത അപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് മാവ് ഒഴിക്കാനായിട്ട് മുന്നേ ആ ടിഷ്യൂ പേപ്പർ തന്നെ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇനി എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. എന്നിട്ട് വേണം നമുക്ക് ഇനി മാവ് ഒഴിക്കാനായിട്ട്. ഈ അപ്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും തോറും പാത്രം നന്നായിട്ട് ചൂടായി വരും. അപ്പം മാവ് പെട്ടെന്ന് വേവണോണ്ട് തന്നെ നമ്മൾ ചെറിയിട്ട് കൊടുക്കുന്ന സമയവും പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയമൊക്കെ ഇല്ലേ, അതിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. ചിലപ്പോൾ 1 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ആയി കിട്ടും. അപ്പം നിങ്ങൾ ഓരോ 1/2 മിനിറ്റിലും ഇതൊന്ന് എത്രത്തോളം ആയി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇത് എടുക്കുക. ഇനി എല്ലാ അപ്പങ്ങളും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇവിടെ എല്ലാ കേക്ക് ഉണ്ണിയപ്പങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ അളവിന് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വലിപ്പത്തിലുള്ള 19 കേക്ക് ഉണ്ണിയപ്പങ്ങളും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയില്ലേ ഇത് കപ്പ് കേക്കിനെ പോലെ ഉണ്ടല്ലോ എന്ന്? പക്ഷെ ഇത് കപ്പ് കേക്കിനേക്കാൾ വളരെയധികം സോഫ്റ്റാണ്. നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ പുതിയ റെസിപ്പീസൊക്കെ ഞാനിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ശ്രുതീസ് കുക്കറിയുടെ തൊട്ട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാനും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണില്ലേ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. വീണ്ടും കാണുന്നത് വരെ ബൈ.